Hi, y'all. So welcome back to the Atomic Literature. So, in this episode, we are going to discuss a famous poem, The Cat is My Grief Today, which is written by the writer Kadamanitta Ramakrishnan. He's an Indian writer. And this falls under the paper The Indian Literature or the Literatures of India. അപ്പോൾ പോയറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ പോയിറ്റിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം. So, Kadamanitta Ramakrishna Panikkar or M.R. Ramakrishna Panikkar. M.R. Ramakrishna Panikkar is popularly known as Kadamanitta Ramakrishnan or Kadamanitta. So, he was born in Kadamanitta province of Pathanamthitta district, Kerala. So, കേരളത്തിലെ പത്തനംതിട്ടയിലെ കടമനിട്ട എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ഇൻ ദ പട്ടായനി സോങ്സ് ആഡ് എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ ഹിസ് ലിറ്റററി വർക്ക്. പിന്നെ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഹി വാസ് ഇൻവോൾവ് വിത്ത് ദ സ്റ്റുഡൻസ് ഫെഡറേഷൻ, അങ്ങനത്തെ കുറെ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെയൊക്കെ വൈസ് പ്രസിഡൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ എന്ന് പറയുന്നത് കുറത്തി, കടിഞ്ഞൂൽ പൊട്ടൻ, പിന്നെ മഴ പെയ്യുന്ന മദ്ദളം കുട്ടുന്നു, കടമ്മനിട്ടയുടെ കവിതകൾ എന്ന് പറഞ്ഞൊരു കളക്ഷൻ ഉണ്ട്. പിന്നെ ഈ പൂച്ചയാണെൻ്റെ ദുഃഖം. ഈ പൂച്ചയാണെൻ്റെ ദുഃഖം എന്ന് പറയുന്നതാണ് ഈ ഒരു ട്രാൻസ്ലേഷണൽ വർക്കായിട്ടുള്ള ദ ക്യാറ്റ് ഈസ് മൈ ഗ്രീഫ് ടുഡേ. പിന്നെ വെള്ളി വെളിച്ചം, സൂര്യശില, അങ്ങനത്തെ കുറേ വർക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക് എന്ന് പറയുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കടമ്മനിട്ടയുടെ കവിതകൾ എന്ന് പറയുന്ന ഒരു കളക്ഷന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. പിന്നെ ബഷീർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, മഹാകവി പന്തളം കേരളവർമ്മ പോയിട്രി അവാർഡ്, അബുദാബി മലയാളം സമാജം അവാർഡ്, അങ്ങനെ നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. ദ ക്യാറ്റ് ഈസ് മൈ ഗ്രീഫ് ടുഡേ എന്ന് പറയുന്ന പോയം എന്ന് പറയുന്നത് ബേസിക്കലി ഗ്രീഫ് എന്ന് പറയുന്നൊരു യൂണിവേഴ്സൽ ഇമോഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോയമാണ്. ഇതിൻ്റെ അകത്ത് എന്താണ് ഗ്രീഫിനെ, ആ തീം ഓഫ് ഗ്രീഫിനെ ഡെപ്തും നുവാൻസും വെച്ചിട്ടാണ് ഈ ഒരു പോയത്തിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ത്രൂ മെറ്റഫർ, വിവിഡ് ഇമേജറി ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ്, ഈ ഒരു പോയം എന്താണ് ദ കൺസ്യൂമിങ് ഗ്രീഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ എങ്ങനെ കൺസ്യൂം ചെയ്യുന്നെന്നുള്ള ഒരു കൺസ്യൂമിങ് നേച്ചർ ഓഫ് ഗ്രീഫിനെയാണ് പറയുന്നത്. ആൻഡ് ദസ് ഇറ്റ് മേക്സ് എ തോട്ട് പ്രൊവോക്കിംഗ് പീസ് ഓഫ് ലിറ്ററേച്ചർ വിത്ത് എ ഡീപ്ലി ഇമോഷണൽ ലെവൽ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ പോയത്തിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. സോ ദ പോയം ബിഗിൻസ് ബൈ എസ്റ്റാബ്ലിഷിംഗ് ദ സെൻട്രൽ മെറ്റഫർ. അതായത് ഈ പോയറ്റിൻ്റെ ഗ്രീഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ക്യാറ്റാണ്, ഒരു പൂച്ചയാണ് ഈ ഒരു പോയത്തിൻ്റെ ഒരു ഇമോഷണൽ സെൻട്രൽ ആ ഒരു ഗ്രീഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ലൈൻ, അലൂഫ് ഫ്രം ഇറ്റ്സ് മെയ്റ്റ് സൈലന്റ് ഇൻ ദ റൂം. സോ ദ ക്യാറ്റ് ഇസ് ഡിസ്ക്രൈബ്ഡ് എന്ന് ക്യാറ്റ് ഇവിടെ അലൂഫ് ഫ്രം ഇറ്റ്സ് മെയ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യാറ്റ് ഈസ് ഡിറ്റാച്ച്ഡ് ഫ്രം ഹിസ് കമ്പാനിയൻ. ആ ക്യാറ്റ് ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരിക്കുകയാണ്. ഹീസ് ഓൾ അലോൺ. ദ ലിറ്റിൽ ക്യാറ്റ് ഇസ് ഓൾ അലോൺ. സോ ഇറ്റ് ഇസ് മിററിംഗ് ദ പോയറ്റ്സ് ഫീലിങ്സ് ഓഫ് ഐസൊലേഷൻ. അതായത് ഈ ഓൾ അലോൺ, നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ഫ്രം കമ്പാനിയൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു ഐസൊലേഷനാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ ക്യാറ്റ് എന്ന് പറയുന്നത് എന്താണ്? പോയറ്റിൻ്റെ ഗ്രീഫിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇമേജ് ആണ് ക്യാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാറ്റിന്റെ ഇതിലൂടെ കാണിക്കുന്നത് ദ പോയറ്റ് ഈസ് സിറ്റിംഗ് ഓൾ ഐസൊലേറ്റഡ്, ഹി ഈസ് ഓൾ അലോൺ, ഹി ഈസ് സൈലന്റ് ഇൻ ദ റൂം. സോ അലൂഫ് ഫ്രം ഇറ്റ്സ് മെയ്റ്റ്, സൈലന്റ് ഇൻ ദ റൂം. സോ ഈ ഒരു പൂച്ച ഭയങ്കര നിശബ്ദമായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. ദാറ്റ് സൈലന്റ് സിംബലൈസിങ് ദ ഇന്റേണൽ നേച്ചർ ഓഫ് ദ പോയറ്റ്സ് ഗ്രീഫ്. അപ്പം ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ഒരു പൂച്ച, അതിൻ്റെ എന്താണ് പറയുന്നത്? ഇറ്റ് ഇസ് സൈലന്റ് ഇൻ ദ റൂം, സിറ്റിംഗ് സൈലന്റ്ലി ഇൻ ദ റൂം, ഓൾ അലോൺ. വോബ്ലിംഗ് ഓൺ ടൈനി ലെഗ്സ്, ഗ്ലെയറിംഗ് അറ്റ് മീ, ദിസ് ക്യാറ്റ് ഈസ് മൈ ഗ്രീഫ് ടുഡേ. സോ ആ ഒരു കുഞ്ഞല്ല, ആ ഒരു പൂച്ച അതിൻ്റെ ഫീറ്റിൽ അൺസ്റ്റഡി ആയിട്ടാണ് നിൽക്കുന്നതെന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആ ഒരു കാര്യം ഒരു പോയറ്റിൻ്റെ ഇമോഷണലിൻ്റെ ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ വൾണറബിലിറ്റിയാണ്. കാരണം ആ ഒരു ഇൻസ്റ്റേബിൾ ഇമോഷണൽ ആ ഒരു ഗ്രീഫാണ് ഇവിടെ കാണിക്കുന്നത്. ദാറ്റ് വോബ്ലിംഗ് ഓൺ ടൈനി ലെഗ്സ്, ഗ്ലെയറിംഗ് അറ്റ് മീ. സോ ദാറ്റ് പൂച്ച എന്താണ് ഈ പോയറ്റിനെ ഇൻറ്റൻസ്ലി ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിൽ നമുക്ക് മനസ്സിലാവും ആ ഒരു ഗ്രീഫ് എന്തോരമാണ് ഈ ഒരു പോയറ്റിനെ ആ ഒരു എസ്കേപ്പിസത്തിൽ നിന്ന് പിടിച്ചു നിർത്തുന്നത്, ആ ഒരു അത്രയും കൺസ്യൂം ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ആൻഡ് ദിസ് ക്യാറ്റ് ഇസ് മൈ ഗ്രീഫ് ടുഡേ. സോ ഈ ഒരു പൂച്ചയാണ് എൻ്റെ കറണ്ട് എക്സ്പീരിയൻസ് ഓഫ് ഗ്രീഫിൻ്റെ പ്യുവർ റെപ്രസെൻറ്റേഷൻ എന്നാണ് പോയിട്ട് പറയുന്നത്. സോ നെക്സ്റ്റ് ലൈൻസ്, ദിസ് റൂം സ്പോട്ട്ലെസ്ലി ക്ലീൻ, walls with cracks plastered over, with no pictures, cobwebs into which slither mosquitoes and sunlight. So ഇവിടെ പറയുന്നത് ആ ഒരു റൂം എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആണ്, ഇമാക്കുലേറ്റ്ലി ക്ലീൻ ആണ്.
അതെന്ന് പറഞ്ഞൊരു കോൺട്രാസ്റ്റ് ആണ്. അതായത് ഒരു സ്ഥലത്ത് പോയിട്ടിന്റെ ഇന്നർ ടെർമോയിൽ, കാരണം ഭയങ്കര നമ്മുടെ മനസ്സിലെല്ലാം ഇങ്ങനെ പറയത്തില്ലേ, ആ ഒരു എംറ്റിനെസ്സും സ്റ്റെറിലിറ്റിയും അതെല്ലാമാണ് പറയുന്നത്. അവിടുത്തെ വോൾസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇറ്റ് ഹാവ് ക്രാക്സ്. പോസിബിളി അതൊരു ഇമോഷണൽ പെയിനിനെ സപ്രസ് ചെയ്യാനോ കൺസീൽ ചെയ്യാനോ ശ്രമിക്കുന്നതായിരിക്കും ആ ക്രാക്സ് ഒക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിത്ത് നോ പിക്ചേഴ്സ് ഇൻഡിക്കേറ്റിംഗ് എ ലാക്ക് ഓഫ് ഇമോഷണൽ കണക്ഷൻ ഓർ മെമ്മറീസ്. കാരണം ഒരുപക്ഷെ ആ റൂം എന്ന് പറയുന്നത് പോയിട്ടിന്റെ മനസ്സിനെ, അതിൻ്റെ അകത്തുള്ള ടെർമോയിലിനെ കാണിക്കുന്നു. അവിടെ ഒന്നുമില്ല. വിത്ത് നോ പിക്ചേഴ്സ് എന്ന ഒരു മെമ്മറീസും ഒരു ഇമോഷണൽ കണക്ഷൻസും ആ ഒരു പോയിട്ടിന് അവിടെ ഇല്ല. സോ അവിടുത്തെ ഒരു കോബ് വെബ്സ് അല്ലെങ്കിൽ ഇൻസെക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് മേ റെപ്രസെന്റ് ദി ഇൻറ്റ്യൂഷൻ ഓഫ് അൺവാണ്ടഡ് തോട്ട്സ്. അതായത് ഈ പോയിറ്റിന്റെ മനസ്സിലേക്ക് വരുന്ന ഡിസ്ട്രാക്ഷൻസ് അല്ല അൺവാണ്ടഡ് തോട്ട്സ് ആകാം ഈ ഒരു മൊസ്കിറ്റോസ്, കോബ് വെബ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ദിസ് ക്യാറ്റ് now cries meow, now lift its paw gently to detain me, presses close to bite, scratches me with its long claws, twinkles a time out of sight, sun itself takes cat naps. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഈ മ്യാവ് എന്ന് പറയുന്ന ഒരു വോക്കലൈസ്ഡ് സൗണ്ട് എന്ന് പറയുന്നത് പോയിട്ടിന് ഇന്നർ ടർമോയില് ചിലപ്പം ഒരുപക്ഷെ ഇറ്റ് സ്റ്റാർട്ടിങ് ടു ഫൈൻഡ് എക്സ്പ്രഷൻ, അത് എന്തെങ്കിലും പറയാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഒരു രീതിയായിരിക്കും മ്യാവ് എന്നുള്ള സൗണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ പൂച്ച അതിനെ പതുക്കെ ജെന്റ്ലി ആയിട്ട് എന്ത് ചെയ്യുവാണ്? ഇറ്റ് ഇസ് റേസിങ് ആസ് ഇഫ് ട്രൈങ് ടു സ്റ്റോപ്പ് ദ പോയറ്റ്, പോസിബിളി സിംബലൈസിങ് ഹൗ ഗ്രീഫ് ക്യാൻ ബി പെർസിസ്റ്റന്റ് ആൻഡ് ഹോൾഡ്സ് എ പേഴ്സൺസ് അറ്റൻഷൻ എന്നുള്ളതായിരിക്കും ശ്രമിക്കുന്നത്. പ്രസസ് ക്ലോസ് ടു ബൈറ്റ്, സ്ക്രാച്ചസ് മീ വിത്ത് ഇറ്റ്സ് ലോങ് ക്ലോസ് എന്ന് പറയുന്നത് ദ ക്യാറ്റ്സ് ഗെറ്റ്സ് ക്ലോസ് ആൻഡ് കോസസ് ഹാം. അപ്പം ഒരു ഗ്രീഫ് എന്ന് പറയുന്നത് എന്തോരം പെയിൻഫുൾ ആണ്, അല്ലാതെ എന്തോരം ഇമോഷണലി നമ്മളെ തളർത്തുന്നു എന്നുള്ള രീതിയിലാണ് ഇതെന്ത് പറയുന്നത്. ദറ്റ് ജെന്റ്ലി ടു ഡീറ്റെയിൻ മീ, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി അത്രത്തോളം പവർ ഉണ്ട് ഈ ഒരു ഗ്രീഫിനെന്നാണ് പറയുന്നത്. ട്വിങ്കിൾസ് അറ്റ് ടൈംസ് ഔട്ട് ഓഫ് സൈറ്റ്, സൺ ഇറ്റ് സെൽഫ് ടേക്ക് ക്യാറ്റ് നാപ്സ്. അതായത് ഈ ഒരു ക്യാറ്റിൻ്റെ ബിഹേവിയർ ഓൾട്ടർനേറ്റ്സ് ബിറ്റ്വീൻ പീരീഡ്സ് ഓഫ് ആക്ടിവിറ്റി ആൻഡ് റെസ്റ്റ്. അതായത് നമ്മുടെ ഒരു ഗ്രീഫിൻ്റെ, നമ്മളിപ്പോൾ വിഷമിച്ചിരിക്കുകയാണ്, ചില സമയത്ത് നമ്മൾ എന്താവും, എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ഒക്കെ കൊണ്ട് നമ്മളെ ആ ഒരു ബിഹേവിയർ മാറും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഗ്രീഫ് എന്ന് പറഞ്ഞാൽ അതിനൊരു അൺപ്രഡിക്റ്റബിൾ നേച്ചറാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഗെറ്റ്സ് അപ്പ് എവറി നൗ ആൻഡ് ദെൻ ക്രൈങ് ഫോർ മിൽക്ക് ദിസ് ക്യാറ്റ്. അപ്പം ഈ ക്യാറ്റ് എപ്പോഴും അറ്റൻഷനാണ് അല്ലെ കെയർ ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് അതിനാരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ, അതിനാരെങ്കിലും ഒന്ന് അറ്റൻഷൻ കൊടുക്കാനാണ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. സോ ദിസ് ക്യാറ്റ് ഈസ് മൈ ഗ്രീഫ് ടുഡേ. ഈ ക്യാറ്റാണ് എൻ്റെ ഗ്രീഫിൻ്റെ റെപ്രസെൻറ്റേഷൻ. പിന്നെയും ഹീസ് ട്രൈങ് ടു പോയിന്റ് ഔട്ട് ദാറ്റ് no milk, no milky dream, no milky wine to creep on this is my life. So ഈ ഒരു മിൽക്ക് അല്ലെങ്കിൽ മിൽക്കി ഡ്രീം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു പോയറ്റിൻ്റെ ഒരു കംഫർട്ട് ലോങ്ങിങ് ആണ്, അല്ലെങ്കിൽ പോയറ്റ് ആഗ്രഹിക്കുന്ന ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ ഒരു സമാധാനം. അതെല്ലാം ഇവിടെ അൺഫിൽഡ് ആണ്. പോയറ്റിന് ഒരു സമാധാനക്കുറവെല്ലാം ഇവിടെ കാണാം. അപ്പോൾ ആ ഒരു സമാധാനം കിട്ടാനും ഒരു കംഫർട്ട് കിട്ടാനും ഒക്കെ വേണ്ടിയാണ് ഈ ഒരു മിൽക്കി ഡ്രീം മിൽക്ക് എന്നൊക്കെ പറഞ്ഞത്. അതൊന്നും പോയറ്റിന് ഇവിടെ കിട്ടുന്നില്ല, അൺഫോർച്ചുനേറ്റ്ലി. So an old rag worn threadbare, a thick stain on the floor, left behind by idle dreams. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? These lines evokes a sense of decay and loss, highlighting how grief can overshadow past dreams and achievements. നമ്മൾ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതിനെ എല്ലാം നശിപ്പിക്കാൻ കഴിവുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒരു ഗ്രീഫ്, നമ്മുടെ ഒരു പെയിൻ ഓഫ് ഇമോഷണൽ പെയിൻ എന്ന് പറയുന്നത്. Why does this cat paw at my private joys? The poet questions why their grief represented by the cat intrude upon their private moments of happiness. അതായത് ഈ പോയിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് എൻ്റെ പ്രൈവറ്റ് മൊമെന്റ്സ് ഓഫ് ഹാപ്പിനെസ്സിനെ പോലും ഈ ഒരു ക്യാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രീഫ്, ആ ഒരു ഗ്രീഫ് കൊണ്ടുപോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. സോ വൈ ഡസ് ഇറ്റ് സ്ലാഷ് ദിസ് സ്റ്റെറൈൽ സൈലൻസ്? എന്തിനാണ് ഈ ഒരു ഗ്രീഫ് ഈ സൈലൻസിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു സറൗണ്ടിങ്സിന്റെ എംറ്റിനെസ്സിനെ കൊണ്ടുവരുന്നത്? ഐ ഹാവ് നത്തിങ് ടു ഓഫർ, യെറ്റ് ദിസ് വി ക്യാറ്റ് ഹു കുഡ് ബി മൈ പെറ്റ് ഇസ് മൈ ഗ്രീഫ് ടുഡേ. ഇറ്റ് ഇസ് ലൈക്ക് വൺസ് ഇൻഎബിലിറ്റി ടു സാറ്റിസ്ഫൈ ദ ഡിമാൻഡ്സ് ഓഫ് ദർ ഗ്രീഫ്. എന്നിട്ടും അതായത് ഈ ഗ്രീഫിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഒരു എബിലിറ്റി ഇല്ലെങ്കിൽ പോലും അത് അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളൊരു സങ്കടമാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. Who is calling from beyond the room, from beyond the tarred road, from beyond the sewer, from beyond the footsteps treading the wet cornfield paths? So the poet shift to contemplate other voices and sound outside the room. അതായത്
പല പല ശബ്ദങ്ങൾ പുറത്തുണ്ട്. ഈ റൂമിന്റെ പുറത്തായിക്കോട്ടെ, റോഡിലായിക്കോട്ടെ, അങ്ങനെ പല ശബ്ദങ്ങൾ കേൾക്കാമെങ്കിൽ പോലും പോയറ്റിന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു സൈലൻസ് ആണ്, ഒരു ഐസൊലേഷൻ ആണെന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. വാട്ട് ഈസ് ഗോയിങ് അപ്പ് ഇൻ ദ സ്മോക്ക്, ഇൻ ദീസ് ഹട്ട്സ് ലീനിങ് അണ്ടർ ദി ഷാഡോസ്, സ്ട്രീമിംഗ് പാത്വേസ് ഓഫ് ത്രോങ്ങിങ് പീപ്പിൾ, ബാരൻ പോട്ട്സ് ലൈൻഡ് അപ്പ് സ്ക്രീമിംഗ് ഫോർ വാട്ടർ. അതൊരു എവറിഡേ ലൈഫ് അല്ലെങ്കിൽ ഒരു എവറിഡേ സ്ട്രഗിൾ ആണ് കാണിക്കുന്നത്, കോൺട്രാസ്റ്റിംഗ് വിത്ത് ദ പോയിറ്റ്സ് ഇന്റേണൽ ടെർമോയിൽ. അതായത് ആളുകൾ എന്തൊക്കെയാണ് അവരുടെ ഡേ ടു ഡേ സ്ട്രഗിൾസിനെ ഡെപ്പിക്ട് ചെയ്യുന്ന സീനാണെങ്കിൽ പോലും പോയറ്റിന് ഇവിടെ ഉള്ളത് എന്താണ്, ഒരു ഇന്നർ ടെർമോയിലാണ്. ഐ കനോട്ട് മൂവ് വിത്ത് ദിസ് ക്യാറ്റ് ചേസിങ് മീ അറൌണ്ട്, റെഗുലർ പെയിൻ ഇൻ ദ നെക്ക്. അതായത് ഈവൻ ദോ പോയറ്റിന് ഇതിൽ നിന്നെല്ലാം ഒന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ക്യാറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രീഫ് പോയറ്റിനെ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെപ്പോഴും ഒരു റെഗുലർ കോൺസ്റ്റന്റ് പെയിൻ ആണ് അവിടെ കൊടുക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഐ റിക് ലൈക്ക് എ ഫിഷ് ഇൻ ദ നെറ്റ്. അപ്പം ഫിഷ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ദ പോയറ്റ് ഒരു ട്രാപ്പായി കിടക്കണം, ഒരു നെറ്റിൽ, ഈ ഒരു ഇമോഷണൽ നെറ്റിൻ്റെ അകത്ത് ഒരു എന്താ പറയുന്നത്, ലോക്കായി അല്ലെ ട്രാപ്പായി കിടക്കുന്ന ഒരു പോയറ്റിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോട്ട് ഈവൻ എ മൗസ് ടു കട്ട് ദിസ് നെറ്റ് ഫോർ മീ. ദ മൗസ് ഇൻ ദ ടെയിൽ ഹാസ് ലെഫ്റ്റ് ദ ടെക്സ്റ്റ് ആൻഡ് അതർ ആർട്സ് ഓർ അതർ ക്രാഫ്റ്റ് ടു ലേൺ പെർഹാപ്സ് ദ വേ ഓഫ് സ്റ്റേറ്റ് ക്രാഫ്റ്റ്. അതൊരു വളരെ സങ്കടം. അതായത് ഇപ്പൊ പുള്ളി പറയാണ്, ഒരു മീനെ പോലെ ഞാൻ ഈ നെറ്റിൻ്റെ അകത്ത് കിടക്കണം, ഇൻ ദ നെറ്റ് ഓഫ് ഗ്രീഫ്. ഒരു എലിക്കുഞ്ഞ് പോലും അതിന് ആ ഒരു നെറ്റിനെ വന്ന് മുറിക്കാൻ ശ്രമിക്കുന്നില്ല, ഞാൻ അത്രയും ഇതിൻ്റെ അകത്ത് ലോക്ക്ഡ് ആണ്. ഒരു കൈൻഡ് ഓഫ് സപ്പോർട്ട് പോലും എനിക്കിവിടെ ഇല്ല ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇൻ ദ ബെഡ് ഓർ ഔട്ട് ഓഫ് ഇറ്റ് ദ ക്യാറ്റ് വുഡ് ടാഗ് അലോൺ ഈവൻ ഓൺ ടു മൈ ലാപ്പ്. ഗുഡ് ഗോഡ് വാട്ട് എ സീച്ച്. അതായത് ഈ ഒരു ക്യാറ്റിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് പോയറ്റിൻ്റെ ലൈഫ് കൂടുതൽ ഡിഫിക്കൽട്ട് ആക്കുകയും കൂടുതൽ അൺകംഫർട്ടബിൾ ആക്കുന്നതുമാണ് കാണുന്നത്. സോ വൺസ് ഇൻ എ വൈൽ ഐ വുഡ് ത്രോ ഹിം ഔട്ട് ഇൻ ടു ദ സീവർ ആൻഡ് സിറ്റ്സ് ബാക്ക്, ലൂസിങ് മൈസെൽഫ് ഇൻ ദ തോട്ട്സ് ഓഫ് ഡെഡ്, ഹോപ്പിംഗ് ദ ഫെല്ലോ വാസ് ഓഫ് ഫോർ ഗുഡ്, ആൻഡ് ദെൻ ഫോർ ഷുവർ ഹി വുഡ് ബി ബാക്ക്, sullied in mud, mewing, staggering on his tiny legs towards me. This cat, my grief today. So ഇവിടെ പറയാണ്, എത്രയൊക്കെ ഞാൻ ഈ പൂച്ചനെ, ഈ ഒരു സങ്കടത്തിന് എന്നെ മനസ്സിൽ നിന്നെടുത്ത് കളയാൻ ശ്രമിച്ചാലും, ഞാൻ എന്നെ എടുത്ത് പുറത്ത് കളഞ്ഞപ്പോഴും കുറച്ച് കഴിയുമ്പോൾ എന്താണ്, പുറത്തിട്ട് കഴിയുമ്പോൾ അറിയാലോ, ഈ ഒരു മഡിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഡേർട്ടി ആയിട്ട് വൂണ്ടഡ് ആയിട്ട് തിരിച്ചത് പിന്നെയും വരുവാണ്. അപ്പം ഞാൻ ആലേക്ക് ഇത് പോയി കഴിയുമ്പോൾ സമാധാനമുണ്ട്, ഇനി എനിക്കുണ്ട്, വിഷമം വരില്ല എന്ന് പറയുമ്പം പിന്നെ എന്തേ കയറി വരുവാണ്, വൂണ്ടഡ് ആയിട്ട് ഭയങ്കര ദേഹത്തൊക്കെ അഴുക്കൊക്കെ വെച്ച് പൂച്ച തിരിച്ച് കയറി വരികയാണ്. അതായത് പൂച്ച എന്ന് പറഞ്ഞാൽ ഗ്രീഫ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് പിന്നെയും തിരിച്ചു വരികയാണ്. അത് ഇന്നെസ്കേപ്പബിൾ നേച്ചർ ഓഫ് ദ ഗ്രീഫ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. So once at noon time I thought, no more of this nonsense. I will eat up this cat and that will do me good. Allay my hunger, lessen my rancor and put an end to this groove that brings to naught all my dreams. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു എക്സ്ട്രീം സൊല്യൂഷനാണ്. കാരണം ഈ പൂച്ച ഞാൻ അങ്ങ് തിന്നാം, അപ്പം അതിൻ്റെ ആ ഒരു കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ശല്യമില്ലല്ലോ, പിന്നെ ഈ ഗ്രീഫ് എന്നെ പുറകെ വരില്ല. സോ ദിസ് റിഫ്ലെക്ട്സ് ദ ഡെസ്പെറേഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ദ ഇമോഷൻ. എത്രത്തോളം ഇതിന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു ആ പോയറ്റ് എന്നാണ് കാണിക്കുന്നത്. ബട്ട് ദെൻ, ഓ ഗുഡ് ഗോഡ്, വാട്ട് എ ഷോക്ക്. ഹിയർ ഈസ് ദിസ് കാറ്റ് ടിയറിംഗ് മീ അപ്പ്, ഈറ്റിംഗ് മീ പാർട്ട് ബൈ പാർട്ട് വിത്ത് വാട്ട് പെർഫെക്റ്റ് ക്ലിനിക്കൽ എക്സാൽറ്റിറ്റ്യൂഡ്. ഇദ്ദേഹം പൂച്ച കഴിക്കാൻ ശ്രമിക്കുകയാണെങ്കിലും പക്ഷെ പൂച്ചയാണ് ഇദ്ദേഹത്തെ കഴിക്കുന്നത്. ദാറ്റ് ദിസ് ഒരു ഷോക്കിംഗ് ട്വിസ്റ്റ് ആണ് കാണിക്കുന്നത്. ഈ ഒരു പൂച്ചയെ കൺസ്യൂം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇയാളെ കൺസ്യൂം ചെയ്യുന്ന പൂച്ചയാണ് കാണുന്നത്. ദാറ്റ് ദിസ് മേ സജസ്റ്റ് ദാറ്റ് ദ ഗ്രീഫ് ഹാസ് ബിക്കം സോ കൺസ്യൂമിങ്. അതായത് ഇപ്പം ആ ഒരു ഗ്രീഫ് അത്രത്തോളം എക്സ്റ്റെൻഡിലായി, അത്രയും കോംപ്ലെക്സ് ആയി. കാരണം ഇപ്പം ആ ഗ്രീഫാണ് ഈ ഒരു പോയിന്റിനെ ഫുള്ളി കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുകയാണ്. I cannot fight. My hands held tightly behind. എനിക്കിനി ഒന്നും ചെയ്യാനില്ല, കാരണം എൻ്റെ കൈയെല്ലാം കെട്ടി വെച്ചേക്കുന്ന ഒരു ഫീലാണ്. കാരണം ഇയാൾക്ക് ഇതിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ബട്ട് ഐ ആം റിലീവ്ഡ്. വൺസ് ഈറ്റൻ ദെയർ വോണ്ട് ബി എനി. ഒരു സമാധാനം എന്താണ്, ഓക്കെ എന്നെ കെട്ടിയിട്ടു, ഇതെന്നെ കഴിച്ചു, അതുകൊണ്ട് എനിക്കിനി പിന്നെ എന്നെ ഇത് പുറകെ വരില്ലല്ലോ, എന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഒരു ഹെൽപ്ലെസ്നെസ് ഓഫ് ഗ്രീഫാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പോയം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓവറോൾ എക്സ്പ്ലോർസ് ദ നേച്ചർ ഓഫ് ഗ്രീഫ്. എന്തോരം കൺസ്യൂമിംഗ് ആണ് ഒരു ഗ്രീഫ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദി ഇന്നബിലിറ്റി ഓഫ് ദ പോയറ്റ്, ഈ ഒരു പോയറ്റിന് അതിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഈ ഒരു ഗ്രീഫിനെ നമ്മുടെ ഒരു പോയറ്റിൻ്റെ കമ്പാരിസൺ ആണ്, അദ്ദേഹത്തിന് ഗ്രീഫിനെ ഒരു ക്യാറ്റായിട്ട് കമ്പയർ ആണ്. ഈ ക്യാറ്റ് എത്രത്തോളം, അതായത് ഒരു എല്ലാത്തിൽ നിന്നും സൈലൻ്റ് ആയിട്ട് ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ക്യാറ്റ്, ഒരു മെമ്മറീസും ഇല്ല, ക്രൈയിങ്, സ്ക്രാച്ചിങ്, അങ്ങനെയൊക്കെ പല പല നേച്ചേഴ്സ് കാണാം. പിന്നെ അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താണ്, ഔട്ട്സൈഡ് വേർഡിലുള്ള സൗണ്ട് ആണെങ്കിൽ പോലും ഇൻസൈഡ് അതിന് ഒരിക്കലും ഒരു കൈൻഡ് ഓഫ് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല, സ്റ്റിൽ ഐസൊലേഷൻ.
പിന്നെന്താണ് അതിൻ്റെ അകത്ത് പറയുന്നത്, ഒരു ക്യാറ്റിൻ്റെ ഒരു ക്യാറ്റിനെ കഴിക്കുന്നത് ഒരു സൊല്യൂഷനായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും ഹൗവർ ദർ ഇസ് എ ട്വിസ്റ്റ്. അതായത് ഈ ഒരു ഗ്രീഫാണ് ഈ ഒരു പോയറ്റിനെ ഫുള്ളി കൺസ്യൂം ചെയ്യുന്നത്. എന്നിട്ട് പറയാണ്, ഇത് കൺസ്യൂം ചെയ്യുന്നതിന് ശേഷം ഒരു ആകെയുള്ള സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്നെ കൺസ്യൂം ചെയ്യാനായിട്ട് ഒരു ടോർമെന്റും ലെഫ്റ്റ് ഇല്ല, ഒരു ടോർമെന്റും അവിടെ ഇല്ല എന്നുള്ള രീതിയിലൊരു സമാധാനമാണ്. സോ ഇറ്റ് ഇസ് എ പവർഫുൾ എക്സ്പ്ലോറേഷൻ ഓഫ് ദി relentless ആൻഡ് ദി ഓൾ എൻകമ്പോസിംഗ് നേച്ചർ ഓഫ് ഗ്രീഫ് ദാറ്റ് ഇറ്റ് കനോട്ട് ബി എസ്കേപ്ഡ് ഓർ കോൺക്വേർഡ്. അതാണ് പറയുന്നത്. പിന്നെ അതിന്റെ മെറ്റഫറിക്കൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ക്യാറ്റിനെയാണ് അവിടെ പോർട്രേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ആഡ്സ് ഡെപ്ത് ആൻഡ് ലെയേഴ്സ് ഓഫ് മീനിങ് ടു ദ പോയം. അതായത് നമുക്ക് മനസ്സിലാവും, അദ്ദേഹം പറയുന്നുണ്ട്, ഈ പൂച്ചേനെ പുറത്തെടുത്ത് കളഞ്ഞിട്ട് ആ പൂച്ച തിരിച്ചു വരുന്നത് എന്താണ്, മൊത്തം ചെളിയും ദേഹത്ത് മുറിവും ഒക്കെ ആയിട്ടാണ്. അപ്പം പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ ഗ്രീഫിനെ നമ്മൾ പുറത്തെടുത്ത് കളയാൻ ശ്രമിക്കുമ്പോൾ പോലും എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് തിരിച്ചു വരുന്നതെന്നാണ് പറയുന്നത്. ഒരു ഇമോഷണൽ ഇൻറ്റൻസിറ്റി നമുക്ക് കാണുന്നത് വിവിൻ ഇമേജറി. ആ ഒരു ക്ലീൻ റൂം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ കോബെബ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നുണ്ട്, കോബെബ്സ് എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്ന ഓർമ്മയുണ്ട് നമ്മൾ. കോബെബ്സ് അല്ലെങ്കിൽ വി ഹാവ് സീൻ അനദർ ഇമേജസ് ദാറ്റ് ഓഫ് മൊസ്കിറ്റോസ്. അതൊക്കെ എന്താണ്, ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ അൺവാണ്ടഡ് തോട്ട്സ് കയറി വരുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വിവിൻ ഇമേജറി കാണാം. ദ സിംബോളിസം, ഒരു റിച്ച് ആൻഡ് സിംബോളിസം ആണ് ഈ പോയം. അതായത് ക്ലീൻ റൂം, പ്ലാസ്റ്റേർഡ് ക്രാക്സ്, അതെല്ലാം ഇന്നർ ടർമോയിലിനെ കാണിക്കാൻ ശ്രമിക്കുന്ന സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മിൽക്ക്, ഡിമാൻഡ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത്, അതെല്ലാം നമുക്കൊരു അറിയാം, ഒരു ആബ്സെൻസ് ഓഫ് മൗസ്, അതെല്ലാം എന്താണ്, ലാക്ക് ഓഫ് ഹെൽപ്പിനെ കാണിക്കുന്ന, സിംബലൈസ് ചെയ്യുന്നതാണ്. ഐറണി ക്യാൻ ബി സീൻ ഹിയർ. ഐറണി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ദ ഐറണി വിച്ച് ഇസ് സീൻ ഹിയർ. അതായത് ദ റീഡർ ഇസ് ലെറ്റ് ടു ബിലീവ് ദാറ്റ് പോയറ്റ് വിൽ കൺസ്യൂം ദ ക്യാറ്റ്. നമ്മൾ കരുതുന്നത് എന്താണ്, ഈ ഒരു പോയറ്റ് ക്യാറ്റിനെ തിന്നുമെന്ന് കരുതിയാൽ പോലും എന്താ സംഭവിക്കുന്നത്, ക്യാറ്റ് ഇസ് എൻഡിങ് അപ്പ് കൺസ്യൂമിങ് ദ പോയറ്റ് ഇൻസ്റ്റഡ്. ആ ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ലെയർ ഓഫ് കോംപ്ലക്സിറ്റി നമുക്ക് കാണാം. അതൊരു എന്താ പറയുന്നത്, ഗ്രീഫ് ക്യാൻ ഡിവർ വൺസ് ഐഡന്റിറ്റി. നമ്മൾ വിചാരിക്കും ഈ പോയിട്ട് രക്ഷപ്പെടുമോ, ഈ പോയിട്ട് ക്യാറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ പോയിട്ട് ഗ്രീഫിനെ ഓവർകം ചെയ്യുന്ന പറഞ്ഞാൽ പോലും ഒരു പറ്റുന്നില്ല എന്നുള്ള ഒരു രീതിയിലാണ്, നമുക്കൊരു സർപ്രൈസ് സ്റ്റോണാണ് നമ്മളവിടെ കാണുന്നത്. പിന്നെ വി ക്യാൻ സീ ഗ്രീഫ് ആസ് എ യൂണിവേഴ്സൽ തീം. എല്ലാ മനുഷ്യൻ്റെയും മനസ്സിലുള്ള ഒരു ഇമോഷൻ എന്ന് പറയുന്നതാണ് ഗ്രീഫ്. ഈ ഒരു ഗ്രീഫിൽ നിന്ന് ഓവർകം ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വെരി സ്ട്രഗ്ലിംഗ് ഫേസ്. പിന്നെ നമ്മൾ കാണുന്നത് സോഷ്യൽ കമന്ററി. The poem briefly touches upon the world outside the poet's room. നമ്മൾ പറയുന്നുണ്ട് ദ എവറിഡേ ഹാർഡ്ഷിപ്സ് ഓഫ് ലൈഫ്, അതിനെ അത് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇറ്റ് ഇസ് poem with a thought-provoking poem that delves into the theme of grief and its persistent of all-consuming nature. So this is all about this poem, The Cat is My Grief Today, which is written by Kadamanitta Ramakrishnan. And if you need any notes regarding this poem, you can send an email which is given in the description box. So study hard and take care all. See you in another episode.